നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ വളരെയധികം നമ്മളുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി നമ്മളെപ്പോഴും പറയാറുള്ള ഈ ഹോൾ നമ്പർ 7. ഈ ഹോൾ നമ്പർ 7-ഉം അതിൻ്റെ പിന്നിൽ 43 വർഷമായി ബഹുമാനപ്പെട്ട ഷാർജ ഭരണാധികാരിയുടെ കൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികൾക്കായിട്ട് ഇതുപോലെ ഇത്രയധികം പബ്ലിഷേഴ്സിനെ നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾക്കായിട്ടൊരു റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഹോളും 750ഓളം ബുക്കുകൾ അവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ മോഹൻകുമാർ, ഞങ്ങളുടെയൊക്കെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ മോഹൻകുമാറാണ് അന്ന് നമ്മൾക്ക് വിസ്ഡം ബുക്സിൻ്റെയും പീസ് റേഡിയോയുടെയും അതിഥിയായി നമ്മളുടെ ഈ സ്റ്റോളിലെത്തിയിരിക്കുന്നത്. സാറിനെ വളരെയധികം സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. സ്വാഗതം ശ്രീ മിസ്റ്റർ മോഹൻകുമാർ. നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിൽ ഒരു കല്യാണം നടത്തുന്ന ഒരു അച്ഛൻ്റെ ഫാദറിൻ്റെ ഒരു ടെൻഷനും അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും, അത് ആ കല്യാണത്തിൻ്റെ വരുന്ന ഒരാൾ തൊട്ട് അവസാനം വരെ അവർ ആഹാരം കഴിച്ചോ അല്ല അവരെ സ്വീകരിച്ചോ അല്ല അവർക്ക് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അതുപോലെ തന്നെയാണ് ശ്രീ മോഹൻകുമാർ ഇവിടെ ഓടി നടന്ന് ഓരോ സ്റ്റോളിലെത്തുകയും എന്താണ് അവർക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയും അതിനെല്ലാം ഉത്തരം പറയുകയും അതിനെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുകയും ഈ 10 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന ശ്രീ മോഹൻകുമാർ അപ്പോൾ ഈ 43 വർഷം ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ കൂടെ ഇതിനു കൂടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് അങ്ങേക്ക് ഈ ഒരു അവസാനിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ എന്താണ് ഞങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം. നമസ്കാരം ഷമീം. വിസ്ഡം പബ്ലിക്കേഷൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഷാർജ പുസ്തകമേളയിൽ പങ്കെടുക്കുന്ന ഒരു പബ്ലിക്കേഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പീസ് റേഡിയോ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പേരെ നന്മയിലേക്ക് നയിക്കാൻ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും ഈ പബ്ലിക്കേഷൻസും നിങ്ങളുടെ ഈ റേഡിയോ എല്ലാം ഉപകരിക്കുന്നു എന്ന് ഒരുപാട് വഴികളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഈ സൽപ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കളിച്ചങ്ങാടം എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കാണാറുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോളായിട്ടുള്ള ബോൾ റൂമിൽ അത് നിങ്ങൾ ചെയ്യുന്നു. അതിന് വേണ്ടി UAE നിന്നും പുറത്തു നിന്നുള്ള ആയിരക്കണക്കിന് കുട്ടികളും പാരൻസും ഒക്കെ പങ്കെടുക്കുന്നു. അത് എല്ലാ വർഷവും അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി തരുന്നതിന് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. പിന്നെ ഷാർജ പുസ്തകമേളയുടെ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി എന്ന് പറയുന്ന ആ കാരുണ്യവാനായിട്ടുള്ള ആ വലിയ മനുഷ്യൻ്റെ ഒരു പുണ്യകർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണ് ഷാർജ പുസ്തകമേള എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗവാക്കായി ആ മനുഷ്യൻ്റെ നിഴലിനോട് ചേർന്ന് കഴിഞ്ഞ 43 വർഷമായിട്ട്, അതായത് 1982 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡിഗ്രി വരുന്നത് ഷാർജ പുസ്തകമേള, അതായത് ഒരു പുസ്തകമേള ഷാർജയിൽ വേണം എന്ന്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ്. വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നല്ല വിദ്യാഭ്യാസമുള്ള, ഇപ്പോൾ ഏകദേശം 18ഓളം ഓണററി ഡീലിറ്റ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീസീസ് എന്ന് പറയുന്നത് ദി മിത്ത് ഓഫ് അറബ് പൈറസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീസീസ് ആയിരുന്നു. അപ്പം അത്രമാത്രം നോളജും വിദ്യാഭ്യാസവും വിവരവും അതുപോലെ തന്നെ മനുഷ്യത്വവും ഇതെല്ലാം ഒത്ത് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പരമ കാരുണ്യവാനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഷാർജ ഭരണാധികാരി. അപ്പം അദ്ദേഹം എന്ത് ചെയ്താലും അത് 100% ഫലവത്താവും എന്ന് ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ അത്രമാത്രം നന്മ നിറഞ്ഞൊരു മനസ്സാണ് ഷാർജ ഭരണാധികാരി. ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ബോർഡ് റൂമിൽ ഒരു പരിപാടിക്ക് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക്
ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 43 വർഷമായിട്ട് എന്നെ ഞാനാക്കിയിട്ടില്ല, അതായത് എനിക്കൊരു ജീവിതം തന്നിട്ടുള്ളത് ഷാർജ ഗവൺമെൻറ് എന്നാൽ ഷാർജ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഷാർജ ഭരണാധികാരിയുടെ അണ്ടറിലുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഞാൻ നാട്ടിൽ ജീവിച്ചതിനേക്കാളും കൂടുതൽ കാലം ഇവിടെ ജീവിച്ചു. അതിനുള്ള കാരണവും ആ വലിയ മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ ആ ഒരു മനുഷ്യനോടുള്ള അത്യഗാധമായിട്ടുള്ള അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഇഷ്ടവും ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് 2011 മുതൽ ഞാൻ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നമ്മുടെ നാടായ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്, അപ്പോൾ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കാൽസ്പർശം വേണം, അതായിരുന്നു എൻ്റെ മനസ്സിലെ ഏക സ്വപ്നം. അന്ന് ഞാൻ പത്രങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ 2 വലിയ സ്വപ്നങ്ങൾ ഞാൻ ഷമീമിനോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഇന്ത്യയിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ലാളിത്യവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളും കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റാൻ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടും അതിനുള്ള താല്പര്യവും, അത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് APJയുടെ പുസ്തകങ്ങളുടെ ആ ഒരു മഹനീയതയും ഇതെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് ഈ 2 പേരും ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് തോന്നാറുള്ളത്, നമ്മുടെ APJയും അതുപോലെ തന്നെ ഷെയ്ഖ് സുൽത്താനും. അപ്പോൾ ഇവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഇവർ തമ്മിൽ ഒരിക്കൽ കണ്ടിട്ടില്ല. അപ്പോൾ ഷാർജ പുസ്തകമേള അതിനൊരു വേദിയാവാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് ആലോചിച്ചത്. അങ്ങനെയാണ് 2010 ശ്രമിച്ചിട്ട് അങ്ങനെ 2011 എനിക്ക് APJനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ APJ ഇവിടെ വന്നു. ഒരു 5 മിനിറ്റാണ് ഷാർജ ഭരണാധികാരിയെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്. കാരണം അന്ന് ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. ഇനോഗ്രേഷൻ ഡേയിൽ ഞങ്ങളിവിടെ വരുന്ന എല്ലാ പേഴ്സണാലിറ്റീസിനും കൂടിയിട്ട് ഒരു ഡിന്നർ റൂളറുടെ നേതൃത്വത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡിന്നറിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ബോൾ റൂമിലെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് നേരെ പുറത്ത് വന്ന് നമ്മുടെ മജ്ലിസിൽ APJയും ഇദ്ദേഹം കൂടെ കാണണം. അത് ദൃക്സാക്ഷിയാവണം എന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് എവിടെയും പോയില്ല. ഇവർ 2 പേരും വന്നിരുന്നു. ഇവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ APJ അദ്ദേഹത്തിനോട് പറഞ്ഞതെന്താ വെച്ചാൽ, I have read your 2 books എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതോടുകൂടി തന്നെ ഷാർജ ഭരണാധികാരിയായ, കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാർജ ഭരണാധികാരിൻ്റെ അടുത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എന്ന് പറയുന്നത്. അതോടുകൂടി ഷെയ്ഖ് സുൽത്താൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. പിന്നെ ആ ഒരു മീറ്റിംഗ് ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടു. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ ഡിന്നറൊക്കെ ഒരുപാട് ലേറ്റായി. അപ്പോൾ അത്രമാത്രം ഇവർ തമ്മിലുള്ള ഒരു യോജിപ്പ്, അവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് ആയാലും അവരുടെ ചർച്ചകൾ പോകുന്ന രീതി ആയാലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ട് ഒരു ഭയങ്കര പൊരുത്തമാണ് 2 പേരും തമ്മിൽ. ഇതായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്ന സ്വപ്നം. അത് സാക്ഷാത്കരിച്ചു. അതിനുശേഷമാണ് ഷാർജ ഭരണാധികാരിയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. അദ്ദേഹത്തിന് ഒരു ഓണററി ഡിലീറ്റ് ഞാൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അന്ന് അതിന് നന്ദി പറയേണ്ടത് ഡോക്ടർ അബ്ദുസലാം, അന്നത്തെ VC ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനുള്ള സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് അത് പാസ്സാക്കുന്നു. അങ്ങനെയാണ് ഹിസ് ഹൈനസ് കേരളത്തിലേക്ക് പോകുന്നത്. പക്ഷേ കഷ്ടകാലത്തിന് ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നതിന് വരെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. കാരണം അവിടെ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ ഭാഗത്ത് എന്തോ നിരോധനാജ്ഞ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അത് കാരണം രാജ്ഭവനിലാണ് ആ ഫംഗ്ഷൻ നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അന്ന് ഏകദേശം 68ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളുടെയൊക്കെ 2 കോപ്പി വെച്ചിട്ട് അൽകാസ്മി പബ്ലിക്കേഷൻസിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത് ഇന്ത്യൻ അസോസിയേഷൻ ത്രൂ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുസ്തക പ്രദർശനം, അത് അവിടുന്ന് ഒരു റൂളർ കേരളത്തിൽ പോയി തിരിച്ചു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട ഒരു ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ പോയി അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തു വരികയുണ്ടായി. ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം വന്നിട്ടുള്ളത് ഈ ഭരണാധികാരിയുടെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യമൊന്നുണ്ട്. ഞാൻ ഈ 2017 സെപ്റ്റംബർ 24 അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. കേരളത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ പോയിട്ടുള്ളത് ഡൽഹി താജ്മഹൽ കാണാനും കൂടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വിസിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയത് നേരെ ജയ്പൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഷാർജയിലേക്ക് തിരിച്ചു വരുന്നു.
ഒക്ടോബർ 3-ാം തീയതി 4-ാം തീയതി മറ്റും ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ് ഹൈനസ് എല്ലാ വർഷവും ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ സന്ദർശിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ. അതുകൊണ്ട് തന്നെ ആ മേള കാണാൻ എപ്പോഴും ഹിസ് ഹൈനസ് ഉണ്ടാവും, 2 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വർഷം 2017 ഒക്ടോബറിൽ ഇദ്ദേഹം അവിടെ വരുന്നു. ഞങ്ങളുടെ ഡെലിഗേഷൻ, ഷാർജ എന്നുള്ള ഡെലിഗേഷൻ, ഞങ്ങളൊരു 15 പേര് ഞങ്ങളവിടെ വരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്ക് യു ഫോർ വിസിറ്റിംഗ് മൈ സ്റ്റേറ്റ് കേരള എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് തിരിച്ചു പറഞ്ഞത് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്നാണ്. കാരണം അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഈ ഡോക്ടറേറ്റിന് ശ്രമിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ചെയർമാനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയർമാൻ എപ്പോഴൊക്കെയോ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു ഇൻവിറ്റേഷൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മശക്തിയുള്ള ആളാണ് ഈ ഭരണാധികാരി ഷാർജയുടെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ വീണ്ടും പോയി അവിടത്തേക്ക്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു എനി മെസ്സേജ് ഫോർ കേരളൈറ്റ്സ് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ അവിടെ കോവളം അവിടെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ആ ഹോട്ടലിലെ താമസം വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ബീച്ച് ലീല പാലസ് അല്ല, കോവളം ബീച്ച് ഹോട്ടൽ അങ്ങനെ എന്തോ ആണ്. അപ്പം അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഇൻവോൾവ് അല്ല കേട്ടോ, ഇത് കേരള ഗവൺമെൻറ്റാണ് കംപ്ലീറ്റ്. ഞാൻ പോയിട്ടില്ല, ഞാൻ ആ സമയത്ത് മോസ്കോ ബുക്ക് ഫെയർ അറ്റൻഡ് ചെയ്യായിരുന്നു ആ ദിവസം. അപ്പം അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്ക് താമസ സൗകര്യവും അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റവും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് എന്നെ സ്വീകരിക്കാൻ എല്ലാ മതസ്ഥരും എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഡോക്ടറേറ്റ് തരുന്ന വേദിയിൽ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ള കലാപരിപാടികൾ വ്യത്യസ്ത മതക്കാരുടേത് ആയിരുന്നു. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും എല്ലാ പരിപാടികളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതെനിക്ക് വേറെ എവിടെയും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് എനിക്ക് കേരളത്തിൽ പോയപ്പോൾ മാത്രമാണ് എനിക്ക് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദർശനം എനിക്കുണ്ടായിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. ഇത് നിലനിർത്തണം. ഇതായിരുന്നു അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് ഫോർ കേരള എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റോയൽ ഫോട്ടോഗ്രാഫർ നിൽക്കുന്നുണ്ടായിരുന്നു. ടേക്ക് എ ഫോട്ടോ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ണും മനസ്സും നിറഞ്ഞ ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫറോട് പറയുന്നത് ടേക്ക് എ ഫോട്ടോ ഫോർ കേരള. അപ്പം അങ്ങനെ എടുത്തൊരു പടം ഇന്നും ഒരു അമൂല്യ നിധി പോലെ എൻ്റെ മൊബൈലിലും എൻ്റെ വീട്ടിലൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഭരണാധികാരിയുമായിട്ടുള്ള എനിക്കുള്ള ആ ഒരു വ്യക്തിത്വത്തിനെ നമുക്ക് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 43 വർഷമായിട്ട് ഷാർജ പുസ്തകമേള ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ ഈ വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഓക്കെ നമുക്കിപ്പം മറ്റ് എമിറേറ്റ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയെന്ന് വരും. ഇപ്പം ദുബായൊക്കെ ലോകത്തിലെ നമ്പർ 1 സിറ്റിയായി വളരുന്നു. അബുദാബി വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആണ്. ഷാർജക്ക് അങ്ങനെയുള്ള ഒരു റിച്ച്നെസ്സും നമുക്ക് പറയാൻ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇല്ല. പക്ഷേ ഇവിടുത്തെ ഷാർജ പുസ്തകമേള ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന പുസ്തകമേള ഷാർജ മാത്രമാണ്. ഈ വർഷം ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ പോയവർക്ക് അറിയാം എത്രമാത്രം ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1, ലോകത്തിലെ എല്ലാ പബ്ലിഷേഴ്സും എത്തിപ്പെടുന്ന ഒരു വേദിയാണ് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത് ജർമ്മനിയിൽ. പക്ഷേ അത് ഇപ്രാവശ്യം വളരെ ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ഹാളുകളും അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. വെറും 5-6 ഹാളിൽ ഒതുക്കിയിരിക്കുകയാണ് അവിടുത്തെ പുസ്തകം. അത്രമാത്രം പുസ്തകമേളകൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാർജ പുസ്തകമേളയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം, അവിടെ വരുന്ന പുസ്തക പ്രകാശനങ്ങളുടെ എണ്ണം, അവിടെ വരുന്ന സെലിബ്രിറ്റീസിൻ്റെ എണ്ണം, അതിൻ്റെ പുസ്തക വിൽപ്പനയുടെ ആയാലും എല്ലാം ഓരോ കൊല്ലവും രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ കോവിഡ് സമയത്തെ മാറ്റി വെക്കാം. ബാക്കി കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ 1982 ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് ആദ്യത്തെ പുസ്തകമേള അറബ് ബുക്ക് ഫെയർ എന്ന് പറഞ്ഞിട്ട് അറബ് രാജ്യങ്ങളുടെ പുസ്തകങ്ങൾ മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് പുസ്തകം കുറേശ്ശെ വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഴിഞ്ഞൊരു 15 വർഷമായിട്ടാണ് ഷാർജ പുസ്തകമേള ശരിക്കൊരു ട്രൂ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആയിട്ട് മാറിയത്. അപ്പം ഇത് വളരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്യാൻ തുടങ്ങി.
പിന്നെ മാനേജ്മെൻറ്റിൽ ഒരു മാറ്റം വന്നു. നമ്മുടെ ഇപ്പോഴത്തെ CEO മിസ്റ്റർ അഹമ്മദ് റക്കാദ് ലാമരി ആണ് അന്ന് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഡോക്ടർ യൂസഫ് ഐദാബി, ഷമീമിനെ അറിയായിരിക്കും. അദ്ദേഹം സുഡാനി നാഷണലാണ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എൻ്റെ മെൻറ്ററാണ് അദ്ദേഹം, ഡോക്ടർ യൂസഫ് ഐദാബി. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വന്ന എല്ലാ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ നമ്മൾക്ക് ഇല്ല. ഒരു പുസ്തകമേളയിൽ നമുക്ക് എന്ത് ചിന്തിക്കാൻ പറ്റും? പുസ്തകങ്ങൾ വിൽക്കുക, പുസ്തകങ്ങൾ പബ്ലിഷേഴ്സിനെ കൊണ്ടുവരിക എന്നല്ലാതെ അതിൽ കൂടുതലൊരു ഇന്നോവേറ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ അഹമ്മദ് ഡയറക്ടറായിട്ട് വന്നതോടുകൂടി യങ് ബ്ലഡാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മറ്റ് പുസ്തകമേളകളിൽ പോകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഡൽഹി ബുക്ക് ഫെയറിൽ പോകുന്നു, ബാക്കി പുസ്തകമേളയിലൊക്കെ പുതുതായിട്ട് ആദ്യമായിട്ട് പോകുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മൾ പലരെയും മീറ്റ് ചെയ്യുന്നു, പല പബ്ലിഷേഴ്സിനും മീറ്റ്, അവരൊക്കെ ഞങ്ങൾ ഷാർജ പുസ്തകമേളയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനു വേണ്ടുന്ന എക്സ്ട്രാ ഫണ്ട് അഹമ്മദ് സ്വരൂപിക്കുന്നു പലതരത്തിലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പുസ്തകമേള വളരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പുസ്തകമേള ഏറ്റവും കൂടുതൽ വളർച്ചയ്ക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് അഹമ്മദിനോട് തന്നെയാണ്. അഹമ്മദിൻ്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. അത് ഇന്നും അദ്ദേഹത്തിന് ചോർന്നു പോയിട്ടില്ല എന്നുള്ളത്. അതേ ശക്തിയോടുകൂടി അഹമ്മദ് ഇപ്പോഴും പോകുന്നുണ്ട്. എന്തായാലും ഇത് പറയുകയാണെങ്കിൽ നമ്മളോട് പല പ്രാവശ്യം ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ ഏതൊരു മനുഷ്യനും അദ്ദേഹം അതിൻ്റെ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭരണാധികാരി ഇത്രയും മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും കൂട്ടിയിടക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാപനം എന്നുള്ള ഒരു അല്ലെങ്കിൽ ഇതിനൊരു കൺക്ലൂഷൻ എന്ന നിലയ്ക്കാണ് ഈ ഒരു 10 ദിവസത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറും കാണുന്നത്. കാരണം ഈ 121 രാജ്യക്കാർ ജീവിക്കുന്ന ഈ മണ്ണിൽ, അതുകൂടാതെ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും അതിഥികളായി വിവിധ മതത്തിലുള്ള വിവിധ ഭാഷക്കാരിവിടെ എത്തുകയും അവരെല്ലാവരും പരസ്പരം കാണുകയും വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന ആൾക്കാരെ വീണ്ടും ബന്ധങ്ങൾ പുതുക്കുക. ഞാൻ ഈ ഒരു പുസ്തകമേളയെ ഞാൻ കാണുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച, അല്ലെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച, അല്ലെ പണ്ട് പല ആൾക്കാരും നമ്മളിപ്പോൾ വെച്ച് കാണുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ മോഹൻകുമാർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ മദർ ഒരു നമസ്കാര റൂം, അതിനായിട്ട് ഒരു മുസല്ല അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു വിശുദ്ധ ഖുർആൻ്റെ കോപ്പി. അപ്പം എന്നോട് മോഹൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഭരണാധികാരി ഇതൊക്കെ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വിശുദ്ധ ഹോളി ഖുർആൻ. ഹോളി ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണല്ലോ. ഇത്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ വേട് തന്നെ നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അപ്പം വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എന്നാൽ അന്ന് വരെ ഇറങ്ങിയിട്ടുള്ള തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സബൂറാകട്ടെ, എല്ലാ വേദഗ്രന്ഥങ്ങളെയും ശരിവെച്ചുകൊണ്ട് അന്നേ വരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും ശരിവെച്ചുകൊണ്ട് ഇറങ്ങിയ അവസാന വേദഗ്രന്ഥമാണ് ഈ ഗ്രന്ഥമെന്നും ഇത് നിങ്ങൾ വായിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിയ ഗ്രന്ഥം. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ ആ നേതൃത്വത്തിലുള്ള, ഇപ്പം നമുക്കറിയാം പല പല പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പല പുസ്തകങ്ങളിലൂടെ പല പല കാര്യങ്ങൾ, ഇപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നത് പിന്നെ എല്ലാം പറയുന്നു, കൊതുകിനെ പോലെ മുമ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തെ നോക്ക്, ഭൂമിയെ നോക്ക്, ശാസ്ത്രത്തെ നോക്ക്, ഇതൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഈ വായനയുടെ ഇമ്പോർട്ടൻ്റാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിലും രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം ചിന്തിക്കുന്നില്ലെങ്കിൽ ഇതിന് മനുഷ്യന് ചിന്താശക്തി കൊടുത്തിട്ടുണ്ട്, മൃഗങ്ങൾക്ക് അതില്ല. മനുഷ്യന് ചിന്താശക്തി കൊടുക്കുമ്പോഴാണ് കൂടുതൽ വായനയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അറിവ് നേടാൻ വേണ്ടി ഇറങ്ങുന്നതെന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അവൻ മനുഷ്യൻ ഏറ്റവും നല്ല, സമൂഹത്തിൽ ഏറ്റവും നല്ലവരാകും. ഇപ്പോൾ മോഹൻകുമാർ ഇന്നലെ പങ്കെടുത്ത കളിച്ചങ്ങാടം നമുക്കറിയാം, വർഷങ്ങളായിട്ട് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ബോൾ റൂമിലെ 10,000 കുട്ടികൾ പങ്കെടുക്കുന്നത്. ആ ആ കളർഫുള്ളായിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൽ ആ കുട്ടികൾക്ക് നൽകുന്ന ഒരു മെസ്സേജുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ വന്നിട്ട് അതെങ്ങനെ, അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന മൈക്ക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ചോദിക്കും, ഇത്ര കൃത്യമായി, ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇത്ര അച്ചടക്കത്തോടെ ഈ കുട്ടികളൊക്കെ അവിടെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷകളും പറയുന്നുണ്ടല്ലോ. ഇതെങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ അറിവ് സമ്പാദിക്കും. അപ്പോൾ ഈ അറിവ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓരോ മതത്തിൻ്റെ വിശ്വാസികളാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ ഒരു നന്മ ചെയ്താൽ ഇവിടെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ പല പുസ്തകങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ നന്മകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ, ഞാൻ 27 വർഷമായി UAE, പ്രത്യേകിച്ച് ഷാർജയിൽ. ഇപ്പോൾ ഷാർജക്കാർക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ബഹുമാനപ്പെട്ട ഭരണാധികാരി നിങ്ങൾ ഇവിടുന്ന് പോകരുതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സ്ഥലം മേടിച്ച് ഭവനം ഒരുക്കി ശ്രീ മോഹൻകുമാറിനെ നമ്മൾ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞു. ശ്രീ മോഹൻജി ഇവിടെ തന്നെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്, നമ്മൾ വിളിച്ചിട്ടുണ്ട് പല പ്രവർത്തികളിലേക്ക്. അപ്പോൾ ഫ്രീ ഹോൾഡായിട്ട് നമുക്ക് സ്ഥലം മേടിച്ച് നമുക്ക് തന്നെ, ഇപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗവാക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളിവിടെ വന്ന് ഒരു പ്രവാസി പോലും ഇവിടെ വന്നിട്ട് അവൻ്റെ സ്വന്തം മനസ്സ് ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നില്ല. കാരണം അത്രമാത്രം നമുക്ക് എല്ലാ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഒരു അറിവുമില്ലാത്ത കാലത്ത് നിന്നും ഇവിടെ വന്ന് ഇത്ര അറിവൊക്കെ തന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സെയ്ദ് സലഫിയെ പോലുള്ളവരുടെ ഇപ്പോൾ മലയാളത്തിലുള്ള ഉത്ബോധനം, ഇന്നലെ ഒരു ബുക്ക് പ്രകാശനം ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ചകളിൽ നമുക്ക് കിട്ടുന്ന ഉത്ബോധനം. പിന്നെ ഈ പീസ് റേഡിയോ എന്ന് പറയുന്ന മോഹൻകുമാറിന് അറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 24 മണിക്കൂർ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ. അത് ഏകദേശം 5 ലക്ഷം പേർ അവരവരുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ റേഡിയോ ആയിരുന്നു. അതുകൂടാതെ ഏകദേശം 75ഓളം പരിപാടികൾ, പിന്നെ 250 അവതാരകർ, 24/7 ഉള്ള റേഡിയോ ആയിരുന്നു. അപ്പോൾ റേഡിയോ കൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല അറിവുകളാണ്. അപ്പോൾ അറിവിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്നുള്ളത് ഈ ഷാർജ പുസ്തകങ്ങളെ വിളിച്ചു വരുമ്പോൾ അവസാനമായിട്ട് എനിക്ക് ശ്രീ മോഹൻകുമാറിന് ചോദിക്കാനുള്ളത്, എന്താണ് ഈ അവസാന നിമിഷത്തിൽ ഇവിടെ പങ്കെടുത്ത എല്ലാ നമുക്ക് മലയാളികളോട് സംസാരിക്കുമ്പോൾ എന്താണ് മലയാളികൾക്ക് കൊടുക്കാനുള്ള ഒരു അങ്ങയുടെ ഒരു വിലയേറിയ ഉപദേശം ഞങ്ങളുടെ ഈ ഒരു മേളയുമായി സംബന്ധിച്ച്? ഇനി ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും സന്തോഷം കോവിഡ് സമയത്ത് ശ്രീ മോഹൻകുമാർ നമ്മൾ തുടങ്ങണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ക്ഷമയും ധൈര്യമായിട്ട് തുടങ്ങിക്കും. അവസാനം പല ആൾക്കാരും ആ സമയത്ത് ആൾക്കാർ വരത്തില്ലെന്നൊരു തുടങ്ങാതിരുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ അവസാനം തന്ന ഗിഫ്റ്റ് എന്താ, ഒരു പൈസ പോലും നിങ്ങൾ തരണ്ട എന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരി നമ്മളോട് പറയുകയും ചെയ്തു. അപ്പോൾ ശ്രീ മോഹൻകുമാറിന് അവസാനമായി ഞങ്ങളോട് പറയാനുള്ള എന്ത് നിർദ്ദേശമാണ്? അല്ല, എനിക്ക് നോക്കൂ, ഇതൊരു അറബ് രാജ്യമാണ്, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നാണ്, നമ്മുടെ സംസ്കാരത്തിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടതും. പക്ഷേ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ശ്രമിക്കുക, ഇവിടെ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ കൂടെ ചേരുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ഷാർജ പുസ്തകമേളയിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക, അച്ചടക്കം പാലിക്കുക. പിന്നെ അത് വിജയിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഭരണാധികാരിക്ക് അതൊക്കെ തന്നെ വേണ്ടത്, വേറൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. നിങ്ങളെടുത്ത് ഒന്നും ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പുസ്തകമേള ഓരോ വർഷവും ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് പ്രകാരം പറയുകയാണെങ്കിൽ 40,000 ചില കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നു. അതെങ്ങനെയാണെന്ന് പറയട്ടെ ഞാൻ. അതായത് നമ്മൾ ഓരോ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സ്കൂൾ കുട്ടികൾക്ക് മാത്രമാണ്, ഗേൾസ് ആൻഡ് ബോയ്സ് ഓൾട്ടർനേറ്റീവ്സ്. അങ്ങനെ നമ്മളൊരു 8 ദിവസമാണ് ഈ കുട്ടികൾ വരുന്നത്. 8 ദിവസം ഈ 40,000 കുട്ടികളോളം വരുന്നുണ്ട്. അപ്പം 3,20,000 കുട്ടികൾ മിനിമം നമുക്കിവിടെ വരുന്നുണ്ട്. ഈ 3,20,000-ൽ എല്ലാ കുട്ടികളും പുസ്തകം മേടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരും കുട്ടികൾ വായിക്കണം, നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. വായനയുടെ ഗുണപ്പം ഷമീം പറഞ്ഞ പോലെ വായനയുടെ പ്രാധാന്യം അറിയാത്തവരാരും ഇല്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ വായിക്കാൻ നമ്മുടെ സാഹചര്യം കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികൾ വായിച്ച് വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പേരൻസ് എല്ലാം. അപ്പോൾ ഈ സ്കൂളിൽ നിന്നും പേരൻസിനെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ നാളെ ബുക്ക് ഫെയറിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാ പേരൻസും കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ ഇവിടെ വന്ന് ബുക്ക് മേടിക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പുസ്തകങ്ങൾ ഇവിടെ വിറ്റഴിയുന്നതിൻ്റെ ഒരു കാരണം. ഈ കുട്ടികളെല്ലാം പുസ്തകങ്ങൾ മേടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ കുട്ടികൾ 100 കുട്ടികൾ മേടിക്കുമ്പോൾ ഈ 100 കുട്ടികളും വായിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 50% പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, 40 വേണ്ട, 30 ഒരു 20% കുട്ടികൾ വായനയിലേക്ക് തിരിയും എന്നുള്ളത് ഉറപ്പാണ്. 10 കുട്ടികളുടെ 2 കുട്ടികളുടെ കാര്യം നമ്മൾ പറയണേ. അപ്പം ആ 2 കുട്ടികൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതായാലും 40,000 കുട്ടികൾ ഒരു വർഷം, അതിൽ കൂടുകയുള്ളൂ, പറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ 40,000 കുട്ടികൾ ഓരോ വർഷവും വായനയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് ഷാർജ പുസ്തകമേളയെ ലോകത്തിലെ മറ്റു പുസ്തകമേളയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം കൂടിയുണ്ട്, എഴുത്തുകാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അത് ഒരു പുസ്തകമേളയിലും നമുക്ക് കാണാത്തൊരു കാര്യമാണ്. അതായത് ഇവിടെ ഒരു കുട്ടി, ഒരു 6 or 8 വയസ്സുള്ളൊരു കുട്ടി അവൻ്റെ ഫാൻറ്റസിക്ക് അനുസരിച്ചിട്ടല്ലേ, അവളുടെ സ്വപ്നത്തിനനുസരിച്ച് ഒരു ബുക്ക് എഴുതിയിട്ട് ഇവിടെ നമ്മുടെ റൈറ്റേഴ്സ് ഫോറത്തിൽ വന്ന് അത് റിലീസ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പ്രിൻസിപ്പാൾ, ഹെഡ് മിസ്ട്രസ്, ഹെഡ് മാസ്റ്റർ, അതുപോലെ അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പാരൻസ് എല്ലാവരും കൂടി വന്ന് ഒരു മീഡിയ ഒക്കെ വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് ആ കുട്ടിയെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. വളരെ ഇന്നസെൻ്റ് ആയിട്ട് എഴുതിയൊരു പുസ്തകമായിരിക്കാം. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളൊരു ഇൻസ്പിറേഷൻ ആവുകയാണ്.
അതായത് ഒരു പുസ്തകം എഴുതിയിട്ട് ഈ കുട്ടിക്ക് ഇത്രയും വലിയ സെലിബ്രേഷനാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എഴുതിക്കൂടാ? ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് ഒരുപക്ഷെ എഴുതി വെച്ചിട്ടുണ്ടാവും, നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മടി കൊണ്ടോ അതാരും കാണിക്കാതെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ പുസ്തകം അത് വെളിച്ചത്ത് കൊണ്ടുവരാനും അതൊരു പുസ്തകമാക്കി മാറ്റാനും ഞാനിവിടെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അതായത് ഇക്കൊല്ലം ഒരു പുസ്തക പ്രകാശനം കാണാൻ വന്ന കുട്ടികൾ നെക്സ്റ്റ് ഇയർ ഒരു ബുക്കുമായിട്ട് വരുന്നുണ്ട്. അത് കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും ഉണ്ടത്. അതുകൊണ്ടാണ് 5 കൊല്ലം മുമ്പ് വെറും 10ഓ 15ഓ പുസ്തകങ്ങൾ മാത്രം പ്രകാശനം ചെയ്തിരുന്ന ഷാർജ പുസ്തകമേളയിൽ ഈ വർഷം 750 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മറ്റു കുട്ടികളും മറ്റു ആളുകളും പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കണ്ടിട്ട് എന്തുകൊണ്ട് എനിക്ക് എഴുതിക്കൂടാ എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് വന്നത്. അപ്പം എഴുത്തുകാരെയും വായനക്കാരെയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ഷാർജ ഭരണാധികാരിയുടെ ഈ പുസ്തകമേളയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകമേളയെ മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ബാക്കിയെല്ലാം കമേഴ്സ്യലാണ്, ഇത് കൾച്ചറലാണ്, ഇത് സംസ്കാരം വളർത്താൻ വേണ്ടി മാത്രമാണ്. മില്യൺസ് പമ്പ് ചെയ്തിട്ടാണ് ഈ പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ടെൻറ്റ്, ഇത്രയും വലിയൊരു ടെൻറ്റ് തൽക്കാലത്തേക്ക് വെറും 12 ദിവസത്തേക്ക് സൂക്ഷിച്ചാണ്. ഈ റൈറ്റേഴ്സ് ഫോറം 3,50,000 ദിർഹംസ് ചെലവാക്കിയിട്ടാണ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? എഴുത്തുകാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വളരൂ, നിങ്ങൾ നന്നാവൂ, വായിക്കൂ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. അത് അദ്ദേഹം പരസ്യമായി പറയുക മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടി ചെയ്തു കൊടുക്കണം. അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാണ്. ഞാൻ ഈ റൈറ്റേഴ്സ് ഫോറം തുടങ്ങിയത് 5 കൊല്ലം മുമ്പാണ്. അത് എൻ്റെ ഓൺ ആയിട്ട് ഞാൻ കണക്കാക്കുന്ന എൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. പക്ഷേ അത് ഇന്ന് ഏറ്റവും പ്രധാന, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ചെയ്യാനുള്ള സഹായം തരുന്നത് ഷാർജ ഭരണാധികാരി തന്നെയാണ്. അപ്പം നമ്മുടെ മലയാളി കൂട്ടായ്മയോട് അല്ലെങ്കിൽ ഇവിടുത്തെ മലയാള സമൂഹത്തിനോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹമാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂള്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നിലനിൽക്കുന്നു പോകുന്ന ആ മനുഷ്യൻ്റെ കാരുണ്യത്തോടു കൂടിയാണ്. നമ്മൾ കേരളത്തിൽ അദ്ദേഹം പോയ സമയത്ത് നമ്മളൊരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം അദ്ദേഹം ചെയ്തു. 60ഓളം ആൾക്കാർ അദ്ദേഹത്തിനോട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഷാർജയിലെ പല ജയിലുകളിലും സാമ്പത്തിക ബാധ്യത കാരണം ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്, ക്രിമിനൽസ് അല്ലാത്തവർ. അപ്പോൾ അയാൾ ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഷാർജയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 69 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ 69 പേരെയും അദ്ദേഹം അതേ നിമിഷം പറഞ്ഞു. നെക്സ്റ്റ് ഡേ അവരെല്ലാം പുറത്തായിരുന്നു. 40 ലക്ഷം ദിർഹംസ് അന്ന് അദ്ദേഹത്തിന് ബാങ്കിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആര് ചെയ്യും ഈ കാലത്ത് ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ? ആരും ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം ലോകത്തിൽ ഏറ്റവും നല്ല, നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റയടിക്ക് ഷെയ്ഖ് സുൽത്താൻ്റെ പേര് വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന വലിയ മനുഷ്യർ. ഈ 69 കുടുംബത്തിൻ്റെയും ഫാമിലികൾ എത്രയോ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ മകനെ, എൻ്റെ സഹോദരനെ ജയിലിൽ നിന്ന് പുറത്തു വിടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് ഈ 69 പേരും ജയിലിൽ നിന്ന് പുറത്തു വന്നത് നെക്സ്റ്റ് ഡേ. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ വെച്ചാൽ അവരെ പുറത്താക്കിയിട്ട് അവരെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കണം. അയാൾ പറഞ്ഞു, ഞാനെന്തിനാ അവർക്ക് ഞാൻ ജോലി കൊടുക്കാം. അവർ ക്രിമിനൽസ് അല്ല. അവർ ഒന്നോ റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയിട്ട് ബ്ലഡ് മണി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ബിസിനസ് തകർന്നു പോയതുകൊണ്ട്, ചെക്ക് ബൗൺസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജയിലിലേക്ക് കിടന്ന ആൾക്കാരെയാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മൊത്തം ബാധ്യത ഈ ഒരു മനുഷ്യൻ 5 മിനിറ്റ് കൊണ്ട് ഏറ്റെടുത്ത് അത് കൊടുത്ത് ഇവരെ ജയിലിൽ നിന്ന് പുറത്തു വിടണം. ഇതൊക്കെയാണ് പുണ്യകർമ്മം എന്ന് പറയുന്നത്. ഏത് മതത്തിലായാലും ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ് ഈ പുസ്തകമേളയുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ കൂടി വന്ന് ഇത് വിജയിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും ഒരൊറ്റ ശിക്ഷയല്ലേ ഉള്ളൂ. പക്ഷെ അതൊരു നീതിയല്ല. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന നന്മയ്ക്ക് അണുമണി പൂക്കം പോലും നന്മ ചെയ്താൽ അതിന് കൂലിയുണ്ടെന്നും തിന്മ ചെയ്താൽ അതിന് തെറ്റുണ്ടെന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഭരണാധികാരിയുടെ ആ ഒരു വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഏതൊരു മതസ്ഥക്കാണ് ഒരു വിശ്വാസത്തിൻ്റെ ബാധ്യതയെ പറയുകയാണെങ്കിൽ മരണശേഷം അവൻ്റെ കബറിലേക്ക് എത്തുന്ന കുറേ സൽക്കർമ്മങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഇതുപോലത്തെയുള്ള സദഖത്തുൽ ജാരിയ എന്നറിയപ്പെടുന്ന വായന. അതുപോലെ ഇപ്പം മോജി പറഞ്ഞ പോലെയുള്ള സൽപ്രവർത്തനം നമ്മളെന്തുകൊണ്ടാണ് നമ്മളിപ്പം മദ്യപിക്കാതെ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ മോശപ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ കുമാർ എടുക്കുന്ന ഒരു എഫേർട്സ് മറ്റുള്ള എനിക്ക് വളരെ സന്തോഷമായിട്ട് പേഴ്സണലി നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചറിയാം. എന്നാൽ എല്ലാ നന്മയ്ക്കും കൂട്ടിക്കുന്നത് എന്തുകൊണ്ടാണ്
നമ്മുടെ മരണശേഷം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മുടെ കബറിലേക്ക് എത്തും. നമുക്ക് അതിന് ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അതിന് വേറൊരു ലോകത്ത് ഇതിനെക്കാട്ടിലും വലിയൊരു സ്വർഗം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും വിഷൻ അതാണ്, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ നിന്റെ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായ നിന്റെ ശരീരം മുഴുവൻ മോശമായി. അതാണ് ഹൃദയം. പ്രവാചകന്റെ ഏറ്റവും നല്ല വചനമാണ്. പ്രവാചകന്റെ ഓരോ വചനങ്ങളും ഓരോ നമ്മൾ ഈ വിശുദ്ധ ഖുർആന്റെയൊക്കെ ഈ പരിഭാഷകളുണ്ട്. ഇന്നലെ വന്ന ശ്രീകണ്ഠ മുഹമ്മദ് ഫർഖു വിശുദ്ധ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ ഹദീസുകൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ വചനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ബുക്കുകളിലൂടെ വായിക്കുക. പറയാം, നിങ്ങളുടെ ലോകത്തിൽ ഇപ്പം ഞാനും മോഹൻകുമാറും ഒക്കെ സമൂഹത്തിൽ വലിയ മാന്യനായിരിക്കും, പക്ഷെ ചേച്ചിയുടെ മുൻപിൽ പ്രവാചകൻ പറയുന്നതിനെ അറിയോ, നീ ഒരിക്കലും മാന്യനാകത്തില്ല നിന്റെ ഭാര്യ നിന്നെപ്പറ്റി മാന്യനാണെന്ന് പറയാത്തിടത്തോളം. അതായത് മോഹൻകുമാറിന്റെ വൈഫ് പറയണം മോഹൻകുമാർ നല്ലവനാണ്, സമൂഹം മുഴുവൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം നമ്മൾ സമൂഹത്തിൽ മാന്യനായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ മാന്യനായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ്, ഒരു ഹദീസ് നമ്മൾ പറഞ്ഞ അവസാനം എല്ലാ ദിവസവും നമ്മുടെ നാവെന്ന് പറയുന്നൊരു സാധനം നമുക്ക് അതാണല്ലോ നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലുത്. അപ്പോൾ ആ വായനയിലൂടെ കിട്ടുന്ന എല്ലാ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനോട് റിക്വസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും രാവിലെ, നാവെ നീ ഒരാൾ സൂക്ഷിച്ചാൽ ഞങ്ങളെല്ലാവരും രക്ഷപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വായനയിൽ കിട്ടുന്ന അറിവാണ്. വിശുദ്ധ ഖുർആന്റെ ആ വചനം തന്നെ അവസാനം പറയുന്ന വചനം സൂറത്തുൽ റഅദ് എന്ന് പറഞ്ഞ അധ്യായമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത സ്വയം മാറാൻ തയ്യാറാകാത്തിടത്തോളം അവനെ അള്ളാഹു മാറ്റത്തില്ലെന്ന് സൃഷ്ടാവും. അതായത് ഞാൻ തീരുമാനിക്കണം, ഞാൻ കുറേ തിന്മകൾ ചെയ്യുന്നു, എനിക്കൊരു മാറ്റം വേണം എന്ന് ഞാൻ തീരുമാനിക്കണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബുക്ക് ഫെയറിലൂടെ കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. അതാണ് നമ്മൾ കുറേ തിന്മകളിൽ ഒഴുകുന്നു, മറ്റുള്ള പരദൂഷണം പറയുന്നു, അസൂയ പറയുന്നു, എന്തിനു വേണ്ടി കുറേ നൈമിഷികമായ ജീവിതം. എത്ര വയസ്സ് ഇപ്പം എനിക്ക് 54ആയി, നമ്മൾ എത്ര വയസ്സ് ഇപ്പം നമുക്ക് വയനാടൊന്നും എടുത്തു നോക്കും. വയനാട് ഒരു രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ഉണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ നൈമിഷികമായ ജീവിതത്തിൽ നമുക്ക് ഈ വായനയിൽ കിട്ടുന്ന അറിവ് വെച്ചിട്ട് മനുഷ്യന് ഒരു പുഞ്ചിരി പോലും ഒരു സതക്കയെന്ന് പഠിപ്പിച്ചെങ്കിൽ നമുക്ക് ഇതൊക്കെ ശ്രീ മോഹൻകുമാർ എടുക്കുന്ന എഫേർട്സിൻ്റെ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ഇതുപോലെയുള്ള അനേകം വിശുദ്ധ ബുക്സ് ഇറക്കിയിരിക്കുന്ന പ്രാവശ്യം ഞങ്ങൾക്കുള്ള സന്തോഷം ഇംഗ്ലീഷിൽ ബുക്കുകളുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വായിക്കാൻ. ഇപ്പോൾ IS അതിന് വളരെയധികം തെറ്റിദ്ധാരണയുള്ള ഒരു സംഭവം, അതെന്താണെന്നും അതിൻ്റെ അത് കൃത്യമായിട്ട് എന്താണെന്നൊക്കെയുള്ള ബുക്കുകൾ, പിന്നെ അൺമാസ്കിങ്, അങ്ങനെ നിരീശ്വരവാദം, ഒത്തിരി ബുക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വിസ്ഡം അങ്ങനെ ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. ഈ ബുക്ക് ലോഞ്ചിങ്ങിനും ഈ കളിച്ചങ്കാടത്തിനും ഒക്കെ ഈ വേദി ഒരുക്കി തരാൻ നമ്മളുമായിട്ടുള്ള ബന്ധം, പേഴ്സണലി വ്യക്തിപരമായുള്ള ബന്ധവും ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു സഹോദര ബന്ധമാണ്. ഈ ബന്ധം നിലനിർത്താനും ഈ നമുക്കിനിയും കൂടുതൽ ഇതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ബഹുമാനപ്പെട്ട ഭരണാധികാരി തരാൻ അദ്ദേഹത്തിന് അള്ളാഹു കൂടുതൽ ദീർഘായുസ്സും ആരോഗ്യം അള്ളാഹു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ഈ അതിഥിയായി ഇവിടെ എത്തുകയും ഞങ്ങളോട് ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തതിന് വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു.